ഒരു ബുക്ക് വാങ്ങിക്കണം. എല്ലാത്തിനും നിങ്ങൾക്ക് ഓൾറെഡി ഫ്രഷ് ആയിട്ട് ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് അങ്ങ് എഴുതിച്ചാൽ മതി. റെജി ജോയിൻ ചെയ്തില്ല ഇതുവരെ. പിന്നെ ഒരു സൈഡിൽ കൂടെ ഇംഗ്ലീഷും ഇപ്പുറത്തെ സൈഡിൽ കൂടെ മലയാളവും എഴുതിച്ചാൽ മതി. ഞാൻ മിക്കവാറും ഒന്നിച്ചായിരിക്കും എടുക്കുന്നത്. അതായത് ഞാൻ ആദ്യമേ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാതെ പകരം കുറച്ച് ഫില്ല് ചെയ്ത് തരാം നിങ്ങൾക്ക്. അതായത് വൊക്കാബുലറി ഒക്കെ കുറെ അധികം കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമുക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യത്തില്ല. അതായത് കുറച്ചേറെ റൂൾസ് ഒക്കെ ഇംഗ്ലീഷിൻ്റെതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് ആദ്യത്തെ ഒരു മാസത്തെ ക്ലാസ് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ ഒത്തിരി ക്വസ്റ്റ്യൻസ്, അതായത് കണക്റ്റഡ് പോയിന്റ്സിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകത്തുള്ളൂ എന്ന് ചുരുക്കം. അത് സിനോണിംസ് ആയാലും പിന്നെ അതിന്റെ ഓരോ ഫോബിയാസ് ആയാലും അങ്ങനെയൊക്കെയുള്ള പദശുദ്ധി അങ്ങനെയൊക്കെയുള്ള കുറെ ബേസ് ഇൻബിൽട്ട് ചെയ്തു തരും. അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കണം. പിറ്റേ ദിവസം ഞാൻ 5 മിനിറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. മനസ്സിലായോ? അതെല്ലാ ദിവസവും തലേ ദിവസം പഠിപ്പിക്കുന്നതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. എഴുതി തന്നെ പഠിക്കണം. മലയാളവും ഇംഗ്ലീഷും ഒരു എക്സ്ക്യൂസും ഇല്ല കേട്ടോ. ചിലപ്പോൾ ഒരു 3-4 ബുക്കൊക്കെ വേണ്ടി വരും. ചെറിയ ബുക്കുകളാണ് വാങ്ങിച്ചിരിക്കുന്നത് എങ്കിൽ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. നന്നായിട്ടൊരു ബേസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം 10th ലെവൽസിനായാലും ഡിഗ്രി ലെവൽസിനായാലും +2 ലെവൽസിനായാലും ഈ ഒരു കോഴ്സ് വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽസിനെ സംബന്ധിച്ചിട്ട് നമ്മൾക്ക് 20 മാർക്ക് വരുന്നുണ്ട് ഇംഗ്ലീഷിന് പ്രിലിംസ് പരീക്ഷയ്ക്ക്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മെയിൻസ് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് വരുന്നുണ്ട്? 13 മാർക്ക് വരുന്നുണ്ട്. അതായത് ഒരേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്ന സ്ഥലത്ത് 33 മാർക്ക് ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ മലയാളം റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് പ്രിലിംസ് പരീക്ഷയ്ക്കകത്ത് എത്ര മാർക്ക് വരുന്നുണ്ട്? 10 മാർക്കും മെയിൻസ് പരീക്ഷയ്ക്കകത്ത് മലയാളം എത്ര വരുന്നുണ്ട്? 13 മാർക്കും. അതായത് നിങ്ങളെ സംബന്ധിച്ചിട്ട് ടോട്ടൽ എത്ര മാർക്കിനുള്ളതുണ്ട്? 56 മാർക്കിനുള്ളതുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിട്ട്. അപ്പൊ അത് ഓർത്തിട്ട് വേണം കൃത്യമായിട്ട്. ഈ 56-ൽ നിങ്ങൾക്കൊരു 50 മാർക്ക് വാങ്ങിക്കാൻ പറ്റണം. മനസ്സിലായി? കൃത്യമായിട്ട് അതിനുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ഇതിനകത്തൂടെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ മലയാളം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഒരക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ മാർക്ക് അങ്ങ് പോകും. അത് ഓർത്തിട്ട് വേണം നമ്മൾ പഠിക്കണോ വേണ്ടയോ. വളരെ സിമ്പിൾ ആണ് ആ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതിനോട് എല്ലാ ദിവസവും അതെടുത്ത് വെച്ച് സിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, നോക്കിയെങ്കിലേ എന്ത് കിട്ടത്തുള്ളൂ? മാർക്ക് കിട്ടത്തുള്ളൂ. പണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് 10-ൽ 10 ആയിരുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സംഭവം മലയാളമായിരുന്നു. ഇപ്പൊ ഏറ്റവും മാർക്ക് പോകുന്ന സംഭവം നോക്കിയിട്ടില്ലെങ്കിൽ അതും നമ്മളെ നോക്കത്തില്ല. അത്രേ ഉള്ളൂ കാര്യം. സിമ്പിൾ കാര്യങ്ങളായിരിക്കും തെറ്റി പോകുന്നത്. അപ്പം ഓരോ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റായതുകൊണ്ട് നമ്മൾ എഴുതി പിടിപ്പിക്കുന്ന കാര്യങ്ങളും എന്തായിട്ട് മാറും? തെറ്റി വരും. അപ്പൊ അതുകൊണ്ട് അതും എല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വൃത്തിയായിട്ട് പഠിക്കണം. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ സിലബസിനകത്തുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാം. ഏതൊക്കെ ഓറിയന്റ് ചെയ്ത് പഠിക്കണം എന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ പദശുദ്ധി ഉണ്ട്, വാക്യശുദ്ധി ഉണ്ട്, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികള്, പഴഞ്ചൊല്ലുകള്, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് എന്ത് വന്നിട്ടില്ല? ഗ്രാമർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ പരീക്ഷയ്ക്കകത്ത് എന്ത് വരും? സന്ധി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും സമാസവും ഒക്കെ കയറി വരുന്നത് കൊണ്ട് അതിന്റെയും കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ഇത് പഠിച്ചതിന് ശേഷം അതും കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. നാമം, അങ്ങനെ കുറച്ച് ദ്യോതകം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും ഒരു 3-4 മാർക്കിന് നമ്മൾ അതും കൂടെ പ്രതീക്ഷിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. ഈവൻ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷയുടെ 13 മാർക്കിനകത്തും അവർ ഈ സിലബസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾക്ക് ഇവിടെ ഒഴിവാക്കാവുന്നത് എന്താണ്? സാഹിത്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നത് അത് മറ്റേ സിലബസിനകത്തൊക്കെ വന്നോളും. ഈ ടോപ്പിക്കിനകത്ത് മലയാളം ഓറിയന്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ അത് പഠിപ്പിക്കത്തില്ല. അതായത് ഇവിടെ തൂലികാനാമത്തിന്റെയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ തൂലികാനാമങ്ങളൊക്കെ നിങ്ങൾ എവിടെ പഠിച്ചോണം? ആർട്സ് റിലേറ്റ് ചെയ്ത് പഠിച്ചോണം. മനസ്സിലായോ? അതായത് ഈ സിലബസ് ഓറിയന്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ. പണ്ടൊക്കെ ഞാൻ ആ തൂലികാനാമങ്ങളും അതൊക്കെ മലയാളത്തിനകത്ത് അങ്ങ് എടുക്കുമായിരുന്നു. ഇപ്പൊ അത് എടുക്കത്തില്ല. അത് ആർട്സിന്റെ കൂട്ടത്തിലായിരിക്കും എടുക്കുന്നത്. ഈ സിലബസ് ഓറിയന്റ് ചെയ്ത് മലയാളം ഓറിയന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ എടുക്കുന്നത്. ഇനി നമ്മൾ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലീഷ് 20 മാർക്കാണ് പ്രിലിംസ് പരീക്ഷയ്ക്കകത്ത് വരുന്നത്. ഈവൻ നിങ്ങൾ ഇനിയും സെക്രട്ടേറിയറ്റ് OA പരീക്ഷ ഉള്ളവർക്കാണെങ്കിലും
അസിസ്റ്റന്റ് സെയിൽസ്മാൻ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും എല്ലാം ടോട്ടലി അവിടെ എത്ര മാർക്ക് വരുന്നുണ്ട്? 10 മാർക്കാണ് മെയിൻസ് പരീക്ഷയ്ക്കകത്ത് 10th ലെവൽസിന് വരുന്നത് ടോട്ടൽ. അതായത് 5 മാർക്ക് വൊക്കാബുലറി, 5 മാർക്ക് ഗ്രാമറും ഓറിയന്റ് ചെയ്ത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണ്, പുതുതായിട്ട്, അതായത് നിങ്ങൾക്ക് കുറെ ബ്രേക്ക് വന്ന് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പം മുതൽ പുതിയൊരു വ്യക്തിയായിട്ട്, അതായത് ഫ്രഷ് പേജിലേക്ക് എഴുതുന്നത് പോലെ നിങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പുതുതായിട്ട് പഠിക്കുന്നതിനേക്കാൾ കൺഫ്യൂഷൻ ആയിരിക്കും പഴയതായിട്ടുള്ള സ്റ്റുഡൻസിന്. അതും ഇതും കൂടെ വന്നിട്ട് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള എനർജി കിട്ടത്തില്ല. ഇതുകൊണ്ടാണ് ഈ അറിയാവുന്നവരെക്കാൾ മുന്നിലേക്ക് ആര് വരുന്നത്, അതല്ലേ ഇത്. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സമയം പോകും. ആ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം എന്ത് ചെയ്യുക, നമ്മൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അതിന്റെ നല്ല വശങ്ങൾ എടുക്കാം. എന്നിട്ട് പുതുതായിട്ടൊരു കുട്ടി പഠിക്കുന്നത് പോലെ വേണം ഒരു ഓൾഡ് സ്റ്റുഡന്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ എല്ലാം അറിയാം എന്ന് നമ്മൾ പഠിക്കരുത്. കാരണം എല്ലാം അറിയാം എന്ന് പറയുന്ന സംഭവങ്ങളാണ് എപ്പോഴും ശരിക്കും നമുക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വലിയ വലിയ സംഭവങ്ങളല്ല മാർക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിൾ കാര്യങ്ങൾക്കാണ് മാർക്ക് പോകുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ടൈപ്സ് ഓഫ് സെന്റൻസ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്ട് ആൻഡ് വെർബിന്റെ എഗ്രിമെന്റ്, ആർട്ടിക്കിൾസ്, ഓക്സിലറി വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കുറെ അധികം റൂൾസ് നമ്മൾക്ക് പഠിച്ചു വെക്കാനുണ്ട്, ബേസിക് ആയിട്ട് വേണ്ടത്. അപ്പൊ അതൊക്കെ ആദ്യമേ ഞാൻ ഒരു മാസത്തെ ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷും മലയാളവും അങ്ങനെയുള്ള റൂൾസും അങ്ങനെയുള്ള വൊക്കാബുലറിയും എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡന്റോട് കൂടിയിട്ട് ചെയ്യത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ഫസ്റ്റ് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 15ഓളം ടോപ്പിക്സുകളാണ് ഇംഗ്ലീഷ് ഗ്രാമറിനകത്ത് പറഞ്ഞിരിക്കുന്നത് 10 മാർക്കിനകത്ത്. അതിനകത്ത് ഏതെങ്കിലും 10 വരും, ദാറ്റ്സ് ഓൾ. ഇനി വൊക്കാബുലറി റിലേറ്റ് ചെയ്തും ഈ പറഞ്ഞിരിക്കുന്ന 10 മാർക്കാണ്. അവിടെ 12 ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ടോട്ടൽ നമ്മൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നതിനകത്ത് 15ഉം 27 ടോപ്പിക്കാണ് ടോട്ടലി ഇംഗ്ലീഷിനകത്ത് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, സിംഗുലർ, പ്ലൂറൽ, ഇതെല്ലാം ഒറ്റ കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ കുറേശ്ശെ ഡെയിലി ഞാൻ നിങ്ങൾക്ക് തരും. അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഇതൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കത് പഠിക്കുന്നുണ്ട് എന്നൊരു ഫീല് വരത്തുള്ളൂ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പം ഈ GK ഒക്കെ ചെയ്യുന്നത് പോലെയല്ല. നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഒക്കെ എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യത്തില്ല. അത് നമ്മൾ വിചാരിക്കും നമ്മളൊന്നും പഠിക്കുന്നില്ല. പരീക്ഷയ്ക്ക് പക്ഷെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുമോ നമ്മളൊന്നും പറ്റുന്നില്ല. അതായത് നമുക്കൊരു ഫുൾഫിൽമെന്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. ആ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കണം, ഞാൻ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അതായത് നമ്മൾക്കിപ്പം ഒരു 1000 രൂപയുടെ ഒരു നോട്ട് കൊടുക്കുന്നതിനേക്കാൾ ചിലരെ സംബന്ധിച്ചിട്ട് 1000 രൂപയുടെ വാല്യൂ അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. പലർക്കും ഈ 90% ആ വാല്യൂ അറിയത്തില്ല. എത്ര കെട്ടുണ്ട്, ആ നോട്ടിന്റെ വെയിറ്റ് എത്ര ഉണ്ടെന്നിട്ടാണ് പല ആൾക്കാരും ശ്രദ്ധിക്കുന്നത് എന്ന് പറയുന്നത് പോലാണ് ചില ആൾക്കാരുടെ മനസ്സ്. എല്ലാ ആൾക്കാരുടെ അല്ല. അപ്പൊ അങ്ങനെ മനസ്സുള്ളവർക്ക് ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ എന്താണ് അടുത്തത്? പ്രിഫിക്സും സഫിക്സും, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആന്റോണിംസ്, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഇഡിയംസ്, ഇനി കോമൺ അബ്രീവിയേഷന്റെ എക്സ്പാൻഷൻ. ഇപ്പൊ ഇത്രയും ടോപ്പിക്കിനകത്ത് ഒരു 10 വരും, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള സിലബസ്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എത്രയായി, മൊത്തം പഠിച്ചു എന്നിട്ടാണ് അതിന്റെ അർത്ഥം? അല്ല, നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടും എന്നാണ്. 5 മാർക്കല്ല, 50%. അതായത് 20നകത്ത് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മറ്റേത് പഠിച്ചു കഴിഞ്ഞാൽ 10ൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ. ഈ സിലബസ് പഠിച്ചതിന് ശേഷം അതിനുശേഷം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ആ രീതിയിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ട് പഠിക്കണമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ മാർക്ക് ഈ 10ൽ നിന്ന് 18ലേക്കും 5ൽ നിന്ന് 9ലേക്കും ഒക്കെ മാറുന്നത്. ആ സെക്കൻഡ് സ്റ്റേജിലേക്കാണ്. അപ്പൊ ആദ്യമേ നിങ്ങൾ ചാടി കയറിയിട്ട് ആ രീതിയിലേക്ക് പോകണ്ട. ബേസിക് ആയിട്ട് പഠിക്കുന്നവരായാലും അഡ്വാൻസ് ലെവൽ പഠിക്കുന്നവരായാലും. മനസ്സിലായോ? അപ്പൊ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമയമുണ്ട്. മെയ് മാസത്തിലാണ് പരീക്ഷ വരുന്നത്. സോ അതിനു മുമ്പ് നമ്മൾ തീർക്കാവുന്നതാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. എല്ലാ ദിവസവും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. എന്തൊക്കെ ടോപ്പിക്സ് ഉണ്ട്, എന്നിട്ടുള്ള കാര്യങ്ങൾ സിലബസ് ഒന്ന് കുറച്ച് ദിവസം നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം.
മനസ്സിലായത്? അതായത് ജസ്റ്റ് ഈ PDF എടുത്ത് ഫസ്റ്റ് ഡേയിലെ PDF എടുത്ത് വെച്ചൊന്ന് നോക്കണം എന്തൊക്കെയാണ് ഞാൻ പഠിക്കുന്നത് പ്രോപ്പർ ലെവലിലാണോ ആണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈച്ച് ആൻഡ് എവറി ഡേ ഈ ഒരു സിലബസ് എടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുകയോ. ഒരു ക്വസ്റ്റ്യന് ശരിയായിട്ടുള്ള വാക്യം ഏത്? യഥാസമയത്ത് എത്തിച്ചേർന്നു, ഓരോ വീട് തോറും കയറി പ്രചാരണം നടത്തി, ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല, ഒരു പക്ഷേ ഞാൻ വന്നെന്നു വരാം. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള വാക്യം? എന്തുകൊണ്ടാണ്? ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കണ്ടുകൊണ്ടാണ് എന്ന് പറയരുത്. റീസൺ പറയൂ. ഓപ്ഷൻ എ എന്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്തു? ഇനി ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല, അത് ശരിയായി. ഇന്നലെ മുതൽ തുടങ്ങിയ മഴ എന്നായിരുന്നു എങ്കിൽ എന്തായിരുന്നേനം? ഇതും ഒരു റൂളാണ് കേട്ടോ. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചില്ല. അപ്പൊ ഈ മുതൽ വേണ്ട, അങ്ങനത്തെ ഒരു കേസുണ്ട്, അതൊരു ഇതാണേ. ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അത് തെറ്റാണ്. മുതൽ വേണ്ട, അതായത് ഇന്നലെ എന്നിട്ടുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ടിങ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ വീട് തോറും കയറി പ്രചാരണം നടത്തി, എന്തുകൊണ്ടാണ് അത് വേണ്ടാത്തത്? ഓരോ എന്ന് പറയുന്നുണ്ട്, വീണ്ടും എന്ത് അവിടെ ഡബിളിംഗ് ആയി? തോറും വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഒരു പക്ഷേ ഞാൻ വന്നെന്നു വരാം. പക്ഷേ എന്ന് പറയുമ്പോൾ എന്താണ്? വരാം എന്ന് പറഞ്ഞതും ഒരേ സെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ വന്നെന്നു വരാം. പക്ഷേ അതായത് നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ ഈ കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സുകൾ വരും. ഘടകപദം എന്നൊക്കെ മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കൺജങ്ഷൻ എന്ന് പറയത്തില്ലേ? അതായത് പക്ഷേ, മുതൽ, എന്നാൽ, ഈ തുടങ്ങിയ വാക്കുകളൊക്കെ വരും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം. അതിനെ തുടർന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരുവാണെങ്കിൽ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഘടകപദങ്ങളെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. അതിന്റെ റൂൾസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞോളാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ശരിയല്ലാത്ത രൂപം ഏത്? ശരിയല്ലാത്ത രൂപം ജാള്യത. അടുത്ത് നോക്കൂ, മകൾ എന്ന അർത്ഥമുള്ള പദം ഏത്? സ്നുഷ, ജെനി, തനയ, സ്നുത. രവം, ഞാൻ ഒന്നിന്റെ ആൻസർ പറയുന്നില്ല. രവം വിപരീത പദം. നീരവം, ആരവം, അഹോരവം, ആരാവം. രവം എന്ന് പറഞ്ഞാലും ശബ്ദമാണ്, ആരവം എന്ന് പറഞ്ഞാലും ശബ്ദമാണ്. അന്തഃഛിദ്രം, അന്തഃഛിദ്രം പണ്ട് മുതലേ 2012 മുതലേ PSC ചോദിക്കുന്ന ചോദ്യമാണ്. അന്തഃഛിദ്രം എങ്ങനെ എഴുതും? അന്തഃഛിദ്രം ആൻസർ ഒന്നും പറയാൻ പറ്റുന്നില്ലേ? അതോ പേടിയാണോ? തെറ്റോന്ന് പേടിയാണോ? എന്താണ് പറയാത്തതിന്റെ റീസൺ? ശരിയാണോന്ന് ഡൗട്ട് ഉണ്ടോ? അതാണോ? അപ്പൊ നന്നായിട്ട് ബാക്കിലേക്ക് പോയിട്ടുണ്ടല്ലോ. AC സെയിം ആകില്ലേ? അത് തെറ്റാണ്.
ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദം ഏത്? ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ. ജിഗമിഷു. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ. കിങ്കരൻ സ്ത്രീലിംഗ പദം. ആൻസർ വേണോ? ഇതിന്റെയൊക്കെ ആൻസർ വേണോ? അല്ലെ നിങ്ങളുടെ മനസ്സ് ഇന്ന് രാത്രി മൊത്തം അതിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗ പദം എന്തുവാ? കിങ്കരി. 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 അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. അലിംഗ ബഹുവചനം. മിടുക്കർ, അമ്മമാർ, പിതാക്കർ, ഭട്ടർ. അലിംഗം എന്ന് പറഞ്ഞാൽ അറിയാമോ? എന്തുവാ? ലിംഗമില്ലാത്ത എന്നാണ്. ആ, മെയിൽ ഓർ ഫീമെയിൽ ആണോ? മെയിൽ ഓർ ഫീമെയിൽ ആണോ? മെയിൽ ആൻഡ് ഫീമെയിൽ. മനസ്സിലായോ? മെയിൽ ഓർ ഫീമെയിൽ അല്ല, മെയിൽ ആൻഡ് ഫീമെയിൽ. മിടുക്കർ, പിതാക്കൾ, അമ്മമാർ, ബട്ടർ. മിടുക്കർ അല്ലെ? മകൾ എന്നർത്ഥമുള്ള പദം ഏതാ? മകൾ. തനയ. രവം ഓപ്പോസിറ്റ്. നീരവം. അന്തഃഛിദ്രം. അന്തഃഛിദ്രം. ശരിയല്ലാത്ത രൂപം ഏതാ വന്നിരിക്കുന്നത്? ജാള്യത. ജാള്യത. ബാക്കിയുള്ളതെല്ലാം ജാള്യം, ജലത, ജളത്വം എന്നൊക്കെ പറയും. ജാള്യതയാണ് ശരിയല്ലാത്തത്. പിരിച്ചെഴുതിക്കേ. തൊണ്ണൂറ്റഞ്ച് പറഞ്ഞില്ലേ? വരും. വാക് പ്ലസ് മയം. ഓക്കെ. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. കുടിക്കുന്ന വെള്ളത്തിൽ കോലിട്ടിളക്കരുത്, പിടിച്ചിട തൊടിക്കരുത്, ഉണ്ട ചോട്ടിൽ കല്ലിടരുത്, കുരുടന്മാരോടരുത്. ആ, കുരുടന്മാരോടരുത്. ചിത്രം പറഞ്ഞല്ലോ 95. അന്തഃഛിദ്രം കണ്ടില്ലായിരുന്നു വൈശാഖ്? അപ്പൊ ഇനി നമുക്ക്, ഞാൻ നിങ്ങളോട് ഒരു കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്നെ ഒന്ന് എഴുതി കാണിക്കണം. നല്ല രസമാണ് മലയാളം ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെഡി? മലയാളം വേണ്ട, ഞാൻ മനസ്സിലാക്കിക്കോളാം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഇംഗ്ലീഷ് എഴുതിയാൽ മതി. ഇംഗ്ലീഷ് ഉള്ളവർ. ഇച്ഛ. കാര്യം നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ അറിയാമെന്ന് വിചാരിക്കും. ഇനി കീബോർഡ് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തവർ നിങ്ങൾ സ്വന്തമായിട്ട് ഈ പണ്ടത്തെ പോലെ കേട്ടെഴുത്ത് പോലെ നിങ്ങളൊന്ന് പഠിച്ചു. ഉത്പതിഷ്ണു. ഉത്പതിഷ്ണു. ഉൽപതിഷ്ണു എന്തോ എഴുതും? ഉൽപതിഷ്ണു. അഭ്യസ്ത വിദ്യൻ. മലയാള ഫോണ്ട് ഉള്ളവർ മലയാളം എടുക്കും കേട്ടോ. അഭ്യസ്ത വിദ്യൻ. ഇതൊക്കെ PYQ ആണ്. അഭ്യസ്ത വിദ്യൻ.
അടുത്തത് ആനപ്പിണ്ടം. പിണ്ടം. ആണത്തം. ആണത്വം. ഇനിയും അരിഷ്ടം. അരിഷ്ടം. നിങ്ങൾ ഏതാ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയത്തില്ല. അരിഷ്ടം. എഴുതിയോ? തായാണെന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. അന്തഃഛിദ്രമോ? അന്തഃഛിദ്രം ഒന്ന് എഴുതിക്കേ. അന്തഃഛിദ്രം. കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ. അപ്പൊ ഞാൻ കാണിക്കട്ടെ. നോക്കൂ, ഇതിനകത്ത് നിങ്ങൾ എഴുതി വെക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ എഴുതി കഴിയുമ്പോൾ എന്താന്ന് നിങ്ങൾക്ക് മേ ബി അറിയത്തില്ലായിരിക്കും. നോക്കൂ, ഇതിനകത്ത് എത്ര എണ്ണം ശരിയായി എന്ന് പറ. ഞാൻ അതുകൊണ്ട് ശരി മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ, എനിക്ക് തെറ്റ് പറ്റാതിരിക്കാൻ. കാരണം നമ്മുടെ വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മലയാളത്തിൽ മാർക്ക് പോകുന്ന സംഭവമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോണ്ട് വരണമെന്നില്ലല്ലോ ടൈപ്പ് ചെയ്യുമ്പോൾ. 3 എണ്ണേ ശരിയായുള്ളൂ, 6 എണ്ണം ശരി. ആനപ്പിണ്ടമാണോ പോയത്? ആനപ്പിണ്ടം വരുന്ന സമയത്ത്, അതായത് ഞാനിവിടെ തെറ്റായിട്ടുള്ളത് റെഡിങ്കിൽ എഴുതാം കേട്ടോ. തെറ്റായിട്ടുള്ളത് റെഡിങ്കിൽ എഴുതാമേ. ഇച്ഛ. ഇങ്ങനെ എഴുതുമ്പം തെറ്റാ. ഇച്ഛ. അച്ഛൻ എഴുതത്തില്ലേ? അച്ഛൻ എഴുതുമ്പോ ഇങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ എഴുതുമ്പോ ഇവിടെ ഒരു ചന്ദ്രക്കല ഇടും, നിങ്ങൾ എഴുതുമ്പോൾ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വിദ്യുത് ശക്തി വരുമ്പോഴും എന്താണ്? വിദ്യുത് ശക്തി വരുമ്പോഴും ഇങ്ങനെയാണ്. അനാച്ഛാദനം വരുമ്പോഴും ഇങ്ങനെയാണ്. അനാച്ഛാദനം. അച്ഛൻ, ഇച്ഛ, വിദ്യുത് ശക്തി, അനാച്ഛാദനം എല്ലാം, ശിരച്ഛേദം എല്ലാം വരുമ്പോ ഇങ്ങനെയാണ്. എഴുതണോ? ശിരച്ഛേദം. ഒരെണ്ണം കൂടെ പറഞ്ഞല്ലോ. അനാച്ഛാദനം. ആഭരണം നീക്കൽ എന്നിട്ടാണ്. ഉൽപ്പതിഷ്ണു എന്ന് പറയുമ്പം തെറ്റെന്തുവാ? ഈ ഉല്ലെന്ന് നമ്മൾ പറയത്തില്ലേ, ഉൽ, അത് തെറ്റാണ്. ഉൽപ്പതിഷ്ണു തെറ്റാണ്. ഇല്ലു വേണ്ട, താ മാത്രമേ പറയാവൂ കേട്ടോ. അതായത് നമ്മളുടെ ഓപ്ഷനകത്ത് തായെന്നോ തായ്, ഇല്ല്, ദ എന്ന് മാറ്റി പിടിച്ചിട്ടായിരിക്കും നമുക്ക് പരീക്ഷയ്ക്കകത്ത് തരുന്നത്. ഉത്പതിഷ്ണു എന്ന് തന്നെ പറയണം. അതായത് ഉയർച്ച ആഗ്രഹിക്കുന്നവൻ, അന്യന്റെ ഉയർച്ച ആഗ്രഹിക്കുന്നവൻ എന്നൊക്കെ പറയും. ഉൽപതിഷ്ണു, ഉയർച്ച ആഗ്രഹിക്കുന്നവൻ. അതിന് താ വേണം. ഉത്, അതായത് ഉദ്ധാനം ചെയ്യുക, ഉയർത്തുക എന്നാണ് അർത്ഥം വരുന്നത്. ഉത്ത്, ഉത്ത് ഉയർത്തുക, ഉയർച്ച എന്നൊക്കെയാണ് ഉത്ത്. അതുകൊണ്ട് ഈ താ വേണം. ഇല്ല് പറയരുത്, തെറ്റാ. ഇനി അഭ്യസ്ത വിദ്യൻ പറയുമ്പോൾ പലരും എന്തെഴുതും? ഈ അഭ്യസ്തയാക്കും. അത് തെറ്റാ. ഈ വിദ്യൻ എന്ന് പറയുമ്പോൾ പലരും ഈ ദായിലേക്ക് പോകും. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് തെറ്റ് വരുത്തുമെന്നുള്ള കാര്യങ്ങളൂടെ നമ്മൾ നോക്കണം. അഭ്യസ്ത വിദ്യൻ. കാര്യം ഇതെല്ലാം കാണുമ്പോൾ പരീക്ഷയ്ക്ക് എന്തുപോലെ ഇരിക്കും? ഒരുപോലെ ഇരിക്കും. അപ്പോഴാണ് മാർക്ക് പോകുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യും. അഭ്യസ്ത വിദ്യൻ, അഭ്യസ്ത വിദ്യൻ എല്ലാത്തിനകത്തും തായാണ്. ഈ ദ. ആനപ്പിണ്ടം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാ എന്ത് എഴുതും? വെറും പാ എഴുതി വെക്കും. തെറ്റാണ്. ആനപ്പിണ്ടം എന്ന് പറയണം. ആനപ്പിണ്ടം. ഇനി ആണത്വം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വരും. ത്വം വരും, ഇത്വം വരും. അപ്പൊ എന്തെഴുതണം? ആണത്തം എന്ന് മതി. ആണത്തം.
അതൊക്കെ നമ്മൾ ഈ ഇത്തം വരുന്നതൊക്കെ ഗ്രാമറിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആണത്തം. അരിഷ്ടം. അരിഷ്ടം ടായാണ് വരുന്നത്. അരിഷ്ടം. അന്തഃഛിദ്രം ഈ പരീക്ഷയ്ക്ക് ഇപ്പൊ വന്നത് കണ്ടില്ലേ? ഇപ്പൊ ഇവിടുത്തെ പരീക്ഷയ്ക്കകത്ത് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ പഠിച്ചു വെക്കണം? എങ്ങനെയാണ് അന്തഃഛിദ്രം എന്നത് സ്പ്ലിറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് വന്നു? കഴിഞ്ഞ ഇങ്ങനത്തെ രണ്ട് സംഭവം വന്നു, പ്ലസ് ഛിദ്രമാണ്. ഛിദ്രം, ഗർഭഛിദ്രം എന്നൊക്കെ പറയുന്നത് പോലെ അന്തഃഛിദ്രം. രണ്ട് ഹൈഫൺ അല്ല, അപ്പോ ഇത് കൊടുക്കുക, പ്ലസ് ഛിദ്രം. ഇപ്പൊ ഇവിടെ പുതുതായിട്ട് വന്ന ലെറ്റർ എന്തുവാ? ഷായാണ് വന്നത്. അന്തഃഛിദ്രം പറയുമ്പോൾ ഷായൂടെ ചേർത്തിട്ട് എഴുതണം. ഇതല്ലാതെ ഈ പറയുന്ന ലെറ്ററിലേക്കും പോരണം. അന്തഃഛിദ്രം. ഓക്കെ. ഇപ്പൊ ഇനി ഒന്ന് സ്വന്തമായിട്ട് ഞാനൊന്ന് പറയാം. നിങ്ങൾ ബുക്കിനകത്തോട്ടൊന്ന് എഴുതിക്കേ സ്വന്തമായിട്ട്. ബുക്ക് എടുത്തോ? ബുക്കില്ലാത്തവർ ഒരു റഫ് പേപ്പറിലോ വേറെ ബുക്കിനകത്തോട്ടോ ഇപ്പൊ തൽക്കാലം എഴുതിയിട്ട് ഞാൻ പറയുന്നതെല്ലാം ശരിയായോ എന്ന് നോക്കണം. പിണ്ഡം. അഭ്യസ്ത വിദ്യൻ. ഉത്പതിഷ്ണു. അരിഷ്ടം. അന്തഃഛിദ്രം. ആണത്തം. ഇനി നോക്കൂ, എല്ലാം ശരിയായി കിട്ടിയോന്ന്. നല്ല രസമുണ്ട് മലയാളം പഠിക്കാൻ അല്ലേ? ശരിയായോ? കംപ്ലീറ്റ് ശരിയായിട്ടുള്ളവരെന്ന് പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഞാൻ അടുത്ത ചോദ്യം തരട്ടെ. എത്ര എണ്ണം ശരി? ബുക്കിനകത്ത് എഴുതിയാൽ മതി. ബുക്കിനകത്ത് റഫായിട്ട് എഴുതിയാൽ മതിയേ. പീഡ. പീഡനം. പാദസരം. ത്വക്ക് രോഗം. ഭഗവത്ഗീത. പ്രതിധ്വനി. പുരസ്സരം. പുരസ്സരം. ഭക്തി പുരസ്സരം എന്നൊക്കെ പറയത്തില്ലേ? പുരസ്സരം. ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴാ ഒരു എന്തൊക്കെയോ ചെയ്തു എന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇന്ന് കുറച്ച് നിങ്ങൾ പഠിക്കുന്നൊരു ഫീൽ നിങ്ങൾക്ക് തോന്നും, 1 അവറോട് അഡീഷണലി വന്നതുകൊണ്ട്. പണ്ട് 3-4 അവേഴ്സ് ക്ലാസ് ഇല്ലായിരുന്നോ കഴിഞ്ഞ LDCയുടെ ടൈമിലൊക്കെ? പണ്ട് ഇഷ്ടം പോലെ ക്ലാസ് ഇല്ലായിരുന്നു, 4 ക്ലാസ് ഒക്കെ ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ അറിവ് വർദ്ധിക്കുമല്ലേ? അന്നേരം നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിനൊക്കെ കൂടുതൽ സമയം കിട്ടുമായിരുന്നു ജോലി ചെയ്യാനും പഠിക്കാനും ഒന്നും എനിക്ക് തോന്നുന്നത്, ഇല്ലയോ? ഇനിയിപ്പോ അടുത്ത ആഴ്ച നമ്മൾ 10th ലെവൽ മെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പം ഒരു അവരുടെ ക്ലാസ് കിട്ടും. 3/4 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാലും എന്റെ കത്തിയടി എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ വേറൊരു വൈബിലേക്കായിരിക്കും ശരിക്കും പോകുന്നത് ഇല്ലേ. ഇപ്പൊ അല്ലാതെ എനിക്ക് അല്ലാതെ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നില്ല. കത്തിയടിയല്ല, സാറ്റിസ്ഫാക്ഷൻ മീൻസ് നമ്മൾ എന്തൊക്കെയോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒത്തിരി സമയം ഉണ്ടായാലും നമ്മൾ കാട് കയറി അതും ഇതും ചിന്തിക്കത്തതേ ഉള്ളൂ അല്ലേ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും അഡീഷണലി ആ സമയം കൊണ്ട് ഞാൻ ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി ഒത്തിരി വായിച്ചു കാണും, അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്തു എന്ന് എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ, പ്ലാൻ ചെയ്യുവാണെങ്കിൽ കുറെ കൂടെ സമയം കിട്ടിയ പോലെയും ആ കൃത്യമായിട്ട് ആ സമയത്തിനനുസരിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പെട്ടെന്ന് നമ്മൾ അതിനനുസരിച്ച് ജോലി ചെയ്യുകയും ചെയ്യും. അതെ അതെ, പണ്ട് നമ്മുടെ ഒരു ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരുന്നു. അത്രയും ക്ലാസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാം ജോലി ചെയ്യാനും നമുക്കതൊരു സന്തോഷമായിരുന്നു. ഒരു ക്ലാസ് ഒക്കെ ആകുമ്പോൾ ഒന്നും ഇല്ലാത്തൊരു ഫീലാ. വൈകുന്നേരം വരത്തേക്ക് അത്രയും നോക്കി നിൽക്കണം, അതൊക്കെ വല്ലാത്തൊരിതാണ്. അത്രയും നമ്മൾ പഠിച്ചിട്ടാ ഇത്രയും ലെവലിലേക്ക് ആയത്. ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് എങ്ങനെ പഠിക്കാൻ പറ്റും? ഞാൻ കാണിക്കട്ടെ. നോക്ക്. പീഡ, പീഡനം, പാദസരം, ത്വഗ്രോഗം, തസ്കരൻ, ഭഗവത്ഗീത, പ്രതിധ്വനി. ശരിയാ, പണ്ട് നമുക്ക് 9:45 ക്ലാസ് ഉണ്ടായിരുന്നു, 11 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ 2:30 ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ 7 മണിക്കും ക്ലാസ് ഉണ്ടായിരുന്നു ഇല്ലേ. SCRT വൈകിട്ട് 7 മണിക്ക്, ഇത് 2:30 ഫോക്കസ് ഏരിയ, ഇത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ, ഇത് സിലബസ് ബേസ്ഡ്. ഇത്രയും 4 ക്ലാസ്സസ് വെച്ചിട്ടായിരുന്നു. എന്റെ അമ്മോ, അതൊക്കെ എങ്ങനെ എടുത്തോന്ന് ഞാൻ ആലോചിക്കുന്നു. ഓക്കെ, പീഡ ഇതിനകത്ത് 3 ശരിയായെന്ന് പറഞ്ഞേ പെട്ടെന്ന്. തികയില്ലായിരുന്നു, പക്ഷെ എന്നാൽ അതൊരു വേറൊരു വൈബ് അല്ലായിരുന്നു. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണത്തില് 3 ശരിയോ? ശില്പ അപ്പൊ എത്ര ലെവലിലേക്ക് പോയിട്ടുണ്ട്? ശില്പയുടെ മലയാളം എല്ലാം പോയോ? സാരമില്ല, നമുക്ക് തിരിച്ചു പിടിക്കാം. 2 ഫുൾ മാർക്ക് അല്ലായിരുന്നു മലയാളത്തിന്? പീഡ, പീഡനം, പാദസരം പറഞ്ഞ എല്ലാരും മാർക്ക് പറഞ്ഞേ, നല്ല കുട്ടികളായിട്ട്. തെറ്റിയതിൽ കുഴപ്പമില്ല. ഇവിടെ നമ്മൾക്ക് എന്ത് എഴുതും? ഈ പ്രതിധ്വനി എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ എഴുതി വെക്കും, അത് തെറ്റാ. പുരസ്സരം മേ ബി ശരിയായി കാണും. ഈ പാദസരം വരുമ്പോൾ പാദ സ്വരം വേണ്ട, സ്വരം എന്നുള്ളത് തെറ്റാ. ത്വഗ്രോഗം എങ്ങനെ എഴുതി വെച്ചു? എഴുതി വെച്ചു കാണും, അത് തെറ്റിപ്പോയി. വാഗ്ദേവത അങ്ങനെയല്ല. നമ്മൾ ഇവിടെ ഒരു കാര്യം കാണിച്ചില്ലേ, ഇവിടെ ഒന്നിച്ചു വന്നപ്പോ എന്ത് വന്നു? വെച്ചിട്ടാണ് ഇവിടെ വന്നത്. ചില കേസിനകത്ത് അവിടെ വരാറുണ്ട്, വാഗ്ദേവി എന്നൊക്കെ പറയുന്ന സമയത്ത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്ത് പറ്റിയത്? അതുപോലത്തെ പറ്റിയിട്ടുണ്ട്. പീഡ, പീഡനം എന്നൊക്കെ പറയുമ്പോൾ എന്ത് മതി? ഡ മതി. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ എഴുതി കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ നമ്മൾ എന്താ അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നെന്നുള്ളത്. പിന്നെ ഓപ്ഷനൂടെ കണ്ടാൽ തീർന്നു, ലാസ്റ്റ് ഏതാ എഴുതിയെന്നും അറിയത്തില്ല. പീഡ, പീഡനം. പാദസരം ശരിയായി കാണും. ത്വഗ്രോഗത്തിനകത്ത് ഒന്നിച്ചെഴുതുമ്പോൾ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്, തസ്കരൻ വന്നപ്പം ഡബിൾ കൊടുത്തു കാണും, അത് തെറ്റാ. പ്രൊനൗൺസ് ചെയ്യുമ്പോഴേ ഉള്ളൂ ഇക്ക വരുന്നത്. തസ്കരൻ ഒരു കായേ ഉള്ളൂ. തസ്കരൻ പറഞ്ഞില്ലേ? എന്നാ വിട്ടുപോയത്. തസ്കരൻ നിങ്ങൾ എഴുതിയാലും ഇക്ക എഴുതി വെച്ചേനും ഇല്ലേ?
അപ്പൊ ഒരു തസ്കരനെ ഉള്ളൂ. ഭഗവത്ഗീത വരുമ്പോൾ ഈ ഭ എഴുതത്തില്ലേ, ഭ, അവിടെ നമുക്ക് സംശയമൊന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ എഴുതി വെക്കണം ദ. ഭ പോലെ തന്നെ, അതായത് 3 പോലെ ഓർത്തേച്ചാൽ മതി. അതായത് ഇവിടെ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്ത് എഴുതി വെക്കും? താന്ന് എഴുതി വെക്കും. അത് തെറ്റാ. അതായത് സ്റ്റാർട്ട് ചെയ്ത്, അതായത് നിങ്ങൾക്ക് തെറ്റി പോവാതിരിക്കാനുള്ള ഒരു ക്ലൂ ആണ്. ഈ ഭ എഴുതുന്ന പോലത്തെ ലെറ്റർ വേണം ദ എന്ന് പറയുന്ന ലെറ്റർ വരാൻ. ഭഗവത്ഗീത. പ്രതിധ്വനി വരുന്ന സമയത്ത് ധ്വനി അല്ല വേണ്ടത്, ഈ ദായും ഇദ്ദായും കൂടെ ചേർത്ത് പ്രതിധ്വനി. ഇതൊക്കെ പുതിയ അറിവാണ് ഈ വാക്കൊക്കെ അല്ലേ, പ്രതിധ്വനിയൊക്കെ. പക്ഷെ നമ്മളെല്ലാം സയൻസിനകത്തൊക്കെ പ്രതിധ്വനി ഇദ്വ മാത്രമേ എഴുതത്തുള്ളൂ. ഇതാണ് ശരിയായിട്ട് വരുന്നത്, പ്രതിധ്വനി. അപ്പൊ ഒന്നുകൂടെ എഴുതാം, പറയട്ടെ. എഴുതിക്കോ. പീഡ, ഫാസ്റ്റ് ആയിട്ട് എഴുതണേ. പീഡനം, പാദസരം, പാദസരം, ത്വഗ്രോഗം, തസ്കരൻ, ഭഗവത്ഗീത, പ്രതിധ്വനി, പുരസ്സരം. എഴുതിയോ? ഇനി എത്ര എണ്ണം ശരിയായി നോക്കൂ. ശരിയാണ്. ഓക്കെ. അപ്പം ഇനി സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കണം ഇന്ന് ഇത്രയും കാര്യങ്ങൾ ശരിയാകുമോ എന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദിവസം ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ശരിയായി വരും. ഇപ്പൊ ഞാൻ കുറച്ച് ആർട്ടിക്കിൾസ്, ഇനി നിങ്ങളുടെ ബുക്ക് ഉണ്ടെങ്കിൽ ബുക്കിന്റെ ഓപ്പോസിറ്റ് വശം എടുക്കണം. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം തന്നെ അപ്പുറം ഇപ്പുറം പഠിപ്പിക്കാൻ നല്ല രസമായിരിക്കും ഒന്നിച്ച് പഠിക്കുമ്പോൾ കേട്ടോ. അപ്പുറത്തെ പേജ് എടുക്കുക. ചേർക്കേണ്ടാത്ത ഘടകമാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യണ്ട എന്ന് പറയുന്നതല്ലേ നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് നോക്കാം ആദ്യം. ഹെവൻ, അതായത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മുമ്പിൽ എന്ത് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? കാര്യം ഒന്നും ഇല്ലല്ലോ, അവിടെ അങ്ങ് ചെന്നോളും. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ചെല്ലണമെങ്കിൽ പ്രത്യേകിച്ച് ആരുടെയും ആവശ്യമൊന്നുമില്ല. സോ അവിടെ ആർട്ടിക്കിൾസ് ഒന്നും വേണ്ട. പ്രകൃതിയിലേക്ക് പോവാനും ദൈവത്തിലേക്ക് പോവാനും സ്പേസിലേക്ക് പോവാനും പാരഡൈസിലേക്ക് പോവാനും ആരും ആവശ്യം വേണ്ട. വെറുതെ ഒന്ന് കയറി ചെന്നാൽ മതി. എവിടെ സ്ഥലത്തേക്കാണ്? 6 സ്ഥലത്തേക്ക്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 6 പടികളാണ്. ഇത് ആവശ്യമില്ലാതെ ഡയറക്ട്ലി അങ്ങ് പോകാം. ഗോഡിന്റെ അടുക്കല്, സ്പേസ്, പാരഡൈസ്, നേച്ചർ, ഹെല്ല്, ഹെവൻ. ഇതിനു മുമ്പിൽ എന്തിന്റെ ആവശ്യമില്ല? ദി ആവശ്യമില്ല. അപ്പൊ ആ സ്ഥലങ്ങൾ ഓർമ്മയുണ്ടല്ലോ. പാരഡൈസ്, നേച്ചർ, സ്പേസ്, ഹെവൻ, ഹെല്ല്. ക്ലിയർ ആണോ? അടുത്തത് ഈ 2 കാര്യങ്ങളൊന്ന് നോക്കണം. അതായത് നമ്മൾക്ക് ഒരു സ്ഥലത്തിന് ശേഷമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അതായത് യൂണിവേഴ്സിറ്റി എന്നോ വേറെ എന്തെങ്കിലും സെന്റ് ജോർജ് ചർച്ച് എന്നോ അങ്ങനെ വരത്തില്ലേ, അല്ലെങ്കിൽ സെന്റ് മേരീസ് ചർച്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു പേരിന് സ്ഥലത്താണെങ്കിൽ ഒരു ആർട്ടിക്കിളും വേണ്ട. അതായത് ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പേരിന് ശേഷം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരോ ചർച്ചിന്റെ പേരോ ഒക്കെ വരികയാണെങ്കിൽ എന്തിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നാ പറയുന്നത്. ഒരു ആർട്ടിക്കിളും വേണ്ട. പക്ഷേ കേരള യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റി ഒക്കെ പറയുവാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിക്ക് മുമ്പ് എന്ത് ചേർക്കണം? ദി ചേർക്കണം. ഡിഫറൻസ് മനസ്സിലായോ? ഇത്രയും നിങ്ങൾ എഴുതിച്ചാൽ മതി. കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയും, അതേസമയം യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയണം.
ഡിഫറൻസ് മനസ്സിലായോ? ഇത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, നമ്മൾക്ക് അവിടെ നൈസായിട്ട് മാർക്ക് പോകുന്ന സംഭവമാണ് ഇത്. ഐഡിയ കിട്ടിയോ എന്താ പറയുന്നത്? അതായത് ജസ്റ്റ് കണ്ണടച്ചിട്ട് ഇമാജിൻ ചെയ്ത് നോക്കണം, അന്നേരം കുറച്ചുകൂടെ കിട്ടും. അതായത് കേരള യൂണിവേഴ്സിറ്റി, പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുവാണെങ്കിൽ ആദ്യം എന്ത് വേണം? ദി വേണം. സ്ഥലത്തിന് ശേഷം യൂണിവേഴ്സിറ്റി വന്നാൽ നോ. അതായത് ഇങ്ങനെ ഓർത്താൽ മതി, കേരള ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുമോ? കേരള ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുമോ? ഇല്ല. അപ്പൊ എന്ത് പറയും? ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയും. മനസ്സിലായോ? കേരളയ്ക്ക് ശേഷം എന്ത് വേണ്ട? ഒരു ആർട്ടിക്കിളും വേണ്ട. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് സെന്റ് ജോൺസ് ചർച്ച്, സെന്റ് ജോൺസ് ദ ചർച്ച് എന്ന് പറയുമോ? ഇല്ല. സെന്റ് ജോൺസ് ചർച്ച് എന്നേ പറയത്തുള്ളൂ. ഇനി അല്ലെങ്കിൽ എന്ത് പറയും? ദ ചർച്ച് ഓഫ് സെന്റ് ജോൺ എന്ന് പറയും, തിരിച്ചു പറയും. അതുപോലെയുള്ളൂ. ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയും, ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് എന്ന് പറയും. പക്ഷേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയാം, പക്ഷെ അതിനെ നമ്മൾ തിരിച്ചിട്ട് ആ സ്ഥലത്ത് പറയുന്നതെങ്കിൽ എന്ത് വേണം? ദി വേണം. ഡിഫറൻസ് മനസ്സിലായോ? അതായത് ആ പേരിനോ വ്യക്തിക്കോ ശേഷമാണെങ്കിൽ ആർട്ടിക്കിൾസ് ഒന്നും വേണ്ട, പക്ഷേ ആ പിന്നെ ലാസ്റ്റിലാണ് പേരെങ്കിൽ അതിന് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എന്ത് വേണം? യൂണിവേഴ്സിറ്റിക്ക് മുമ്പ് ദി വേണം. ക്ലിയർ? ഐഡിയ കിട്ടിയോ? ആ തിയറിറ്റിക്കലേക്കാളും നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഒരു എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ക്ലിയർ? ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് സിനോണിംസ് കൂടെ പഠിപ്പിക്കുവാണ്. 5-6 കൊണ്ടേ ഉള്ളൂ. ഇത് കൃത്യമായിട്ട് ടുഡേ ഇറ്റ് സെൽഫ് പഠിക്കണം. ഇങ്ങനെ പഠിക്കുന്നതല്ലേ ബെറ്റർ? കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളം ആകുമ്പം വലിയ പാടില്ല. അതായത് നമുക്ക് പഠിച്ചു എന്നൊരു തോന്നലും ഉണ്ട്, എന്നാ വലിയ എഫേർട്ടും ഇല്ല. അതായത് മാനസികമായിട്ട് എഫേർട്ട് ഇല്ല. കണ്ടോ സമയം പോകുന്നുണ്ടോ? ഭയങ്കര പെട്ടെന്ന് പോകും ഇങ്ങനെ ഒന്നിച്ച് പഠിക്കുമ്പോൾ. അല്ലാതെ ഇരുന്ന് പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കുകയും ചെയ്യും. ഇതാണ് സമയം കഴിഞ്ഞു നമ്മളുടെ. സിനോണിംസ്. ഫീബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വീക്കായ എന്നിട്ടാണ്. ഫീബിൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? വീക്ക്. ഫീബിൾ മീൻസ് വീക്ക്, വളരെ ശോഷിച്ച എന്നൊക്കെയാണ് ഫീബിൾ. എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിത്തെറിക്കുക, കൊളാപ്സ് എന്ന് പറയും. എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞാൽ കൊളാപ്സ് ആണ്. എക്സ്പ്ലോഡ്, കൊളാപ്സ്. ഡിസ്ബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ബേഴ്സ് ഞാൻ പണ്ട് സിനോണിംസ് പഠിപ്പിക്കത്തില്ലായിരുന്നു, ഇപ്പൊ ഇത് പഠിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്ക് വൊക്കാബുലറിയിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ, നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ സിനോണിംസ് വളരെയധികം ഉപകരിക്കും. അതുകൊണ്ട് ഫീബിള്, വീക്ക്. ഫീബിൾ എന്തുവാ? വീക്ക്. എക്സ്പ്ലോഡ് എന്തുവാ? കൊളാപ്സ് ആണ്. എക്സ്പ്ലോഡ് എന്തുവാ? കൊളാപ്സ്. ഡിസ്ബേഴ്സ്മെന്റ് എന്നൊക്കെ പറയത്തില്ലേ? ഡിസ്ബേഴ്സ്മെന്റ് എന്നൊക്കെ, അത് പേ ഔട്ട് ചെയ്യുക, അതായത് അത് കിട്ടുക അല്ലെങ്കിൽ അത് ചെലവാക്കുക എന്നൊക്കെയുള്ള രീതിയിൽ പണം ചെലവഴിക്കുക. ഡിസ്ബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ ഔട്ട്. ഡിസ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ പേ ഔട്ട്. ഡിസ്ബേഴ്സ് എന്തുവാ? പേ ഔട്ട്. കോളസ് എന്തുവാ? ഒരു പ്രത്യേകിച്ച് ഒരു ഫീലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ, ഇൻഡിഫറന്റ് ആയിട്ട്, അൺഫീലിംഗ്, നോ വികാരം. മനസ്സിലായില്ല എന്താ പറഞ്ഞേ? വിതർന്നു. ഫ്ലാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ല, പണം ചെലവഴിക്കുക എന്നാണ്. ഡിസ്ബേഴ്സ്, പേ ഔട്ട്, പണം ചെലവഴിക്കുക. ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ വിതരണം എന്നിട്ടല്ലേ? വിതരണം അല്ല, വിതരണം അല്ല ഇത് ഉദ്ദേശിക്കുന്നത്, പണം ചെലവഴിക്കുക. എക്സ്പെൻഡ് ചെയ്യുക. എക്സ്പെൻസ്, നമ്മൾ എക്സ്പെൻസ് എന്നൊക്കെ പറയത്തില്ലേ? ചെലവാണെന്നൊക്കെ പറയത്തില്ലേ? എക്സ്പെൻസ് അതുപോലത്തെ, അതിനെ വേറൊരു വാക്കാണ് ഡിസ്ബേഴ്സ്. എക്സ്പെൻസ് നല്ല ചെലവാണെന്നൊക്കെ പറയത്തില്ലേ? എന്തൊരു എക്സ്പെൻസ് ആ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ ഡിസ്ബേഴ്സ് എന്ന് വേണമെങ്കിൽ അതിനെ മാറി വെക്കാം. അല്ലെങ്കിൽ പേ ഔട്ട്. പേ ഔട്ട് മീൻസ് പണം ചെലവഴിക്കുക. എക്സ്പെൻഡ് എന്താ? അത് തന്നെയാണ്. കോളസ് എന്താ? അൺഫീലിംഗ്, യാതൊരുവിധ ഫീലിങ്സ്, നിർവികാരമായിട്ടുള്ള അവസ്ഥ. അത് തന്നെയാണ് ഇൻഡിഫറന്റ് എന്ന് പറഞ്ഞത്. കോളസ് എന്നാണ് എന്ത് പറയുന്നത്? അൺഫീലിംഗ്, ഇൻഡിഫറന്റ്. പ്രൊനൗൺസ് ചെയ്യുന്നത് CALLOUS.
ഫ്ലാറ്റർ എന്താ? നിങ്ങൾ ഫ്ലാറ്റർ അടിക്കാറുണ്ടോ? പുകഴ്ത്താറുണ്ടോ? നിങ്ങൾ നിങ്ങളെ പുകഴ്ത്തത്തില്ലെങ്കിൽ പുകഴ്ത്തണം കേട്ടോ. കോംപ്ലിമെന്റ്, പ്രൈസ്. കോംപ്ലിമെന്റ്, പ്രൈസ്, പുകഴ്ത്തുക. ഫ്ലാറ്റർ, കോംപ്ലിമെന്റ്, പ്രൈസ്, പുകഴ്ത്തുക. ഡോഗ്മ എന്തുവാ? ഡോഗ്മ, ഡോഗ്മ, വ്യൂ ഓർ ബിലീഫ്. അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ പറ്റിയിട്ടുള്ള ഡോഗ്മ എന്ന് ചോദിച്ചാൽ എന്ത് പറയും ഖദീജ? എനിക്ക് എന്നെ പറ്റിയിട്ട് ഭയങ്കര വിശ്വാസമാണ് മിസ്സേ എന്ന് പറയും. ഡോഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലീഫ് ആണ്, ബിലീഫ്സ്. അപ്പൊ ഇനി മുതൽ എന്താ, നമ്മൾക്ക് അറിയാവുന്ന വേർഡ്സ് ഉപയോഗിച്ച് അറിയാത്ത വേർഡ്സ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്താ ലാംഗ്വേജ്, ഇവൾക്ക് ഇത്രയൊക്കെ ഇംഗ്ലീഷ് അറിയാമോ എന്ന് നമുക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റും അല്ലെ? KVJ. ഫീബിൾ എന്താണ്? ഫീബിൾ, വീക്ക്. എക്സ്പ്ലോർഡ്, കൊളാപ്സ്. ഡിസ്ബേഴ്സ്, പേ ഔട്ട്. എക്സ്പെൻഡ്, കോളസ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വിസ്ഡം ആക്കി എടുക്കണം. നോളജിനെ നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ഈ പല കാര്യങ്ങൾ പറയുമ്പം ചില വാക്കുകൾ ഇതിനകത്തോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം ആ ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നത് പോലെ അയ്യോ ആഷ് പുഷ് ഇംഗ്ലീഷ് ആണല്ലോ സംസാരിക്കുന്നത് എന്ന് പറയും. കാഴ്ചപ്പാട് എന്ന് പറയും. ഡോഗ്മ, കാഴ്ചപ്പാട്. ബിലീഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയാം, വ്യൂ, പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറയാം. ഡോഗ്മ, വ്യൂ. ഇത്രയും കാര്യം പഠിക്കുവോ? നാളെ ഇത് ഞാൻ ചോദ്യം ചോദിക്കും. ഓക്കെ, പോവാണോ? ഇനി ഫോബിയയോടെ പഠിക്കാം. ഞാൻ എന്തായാലും കഷ്ടപ്പെട്ട് സ്ലൈഡൊക്കെ കൊണ്ടുവന്നതല്ലേ. ഫിയർ ഓഫ് ഡെപ്ത്. വൈശാഖ് പറഞ്ഞ ഫുൾ ടൈം അങ്ങ് ക്ലാസ് എടുക്കണം മിസ് എന്നാ പറയുന്നത്. വൈശാഖിന് ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ അല്ലേ? ഫിയർ ഓഫ് ഡെപ്ത്. ബാത്തോഫോബിയ, ബാത്തോഫോബിയ. എന്തോ? ഫിയർ ഓഫ് ഡെത്ത്, ബാത്തോഫോബിയ, ബാത്തോഫോബിയ. ഈ കുഴപ്പമില്ലല്ലോ, പഠിപ്പിച്ചോട്ടെ, ഇതുകൂടെ പഠിപ്പിച്ചോട്ടെ. ബോറടിക്കുന്നു. ഫിയർ ഓഫ് നമ്പേഴ്സ്, ന്യൂമറോഫോബിയ, ന്യൂമറോഫോബിയ. ഫിയർ ഓഫ് ലേക്ക് എന്തുവാ? ലിംനോഫോബിയ. ഇഞ്ചുറി ആണെങ്കിൽ ഇഞ്ചുറി പറ്റുമോ, ഇഞ്ചുറി പറ്റുമോ? ട്രോമാഫോബിയ, ട്രോമാഫോബിയ. ആണുങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ പേടി, ആൻഡ്രോഫോബിയ. അപ്പൊ ഡെപ്തിനെ പറ്റി പേടിയാണെങ്കിൽ എന്ത് പറയുന്നുണ്ട് മീനു? ബാത്തോഫോബിയ. ഫിയർ ഓഫ് മെൻ ആണെങ്കിൽ എന്ത് പറയുന്നുണ്ട് ഹണി? ആൻഡ്രോഫോബിയ, ആൻഡ്രോഫോബിയ. ഇഞ്ചുറി ആണെങ്കിലോ? ട്രോമാഫോബിയ. ഇഞ്ചുറി ആണെങ്കിൽ എന്ത് പറയും ശരണ്യ? ട്രോമാഫോബിയ. ലേക്കിനെ പറ്റിയിട്ടാണെങ്കിൽ എന്ത് പറയും? ലേക്ക്, ധനുഷ? ലിംനോഫോബിയ, ലിംനോഫോബിയ. ഫിയർ ഓഫ് നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് പറയും? അടുത്ത പറയുന്നത് ഫിയർ ഓഫ് നമ്പേഴ്സ്, ന്യൂമറോഫോബിയ, ന്യൂമറോഫോബിയ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ ഇന്ന് പദശുദ്ധിക്കകത്ത് 10-15 വേർഡ്സോളം പഠിച്ചു. കൂടാതെ ഫോബിയ പഠിച്ചു, സിനോണിംസ് പഠിച്ചു, പിന്നെ ആർട്ടിക്കിൾസ്, ദ, ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും പഠിച്ചു. അപ്പൊ കൃത്യമായിട്ട് ഇംഗ്ലീഷിന്റെ സൈഡിൽ ഇംഗ്ലീഷ് എഴുതണം, മലയാളത്തിന്റെ സൈഡിൽ മലയാളം എഴുതണം. എല്ലാ ദിവസവും ചോദ്യം ഉണ്ടായിരിക്കും. ഞാൻ ഇതിന്റെ കൂടെ കുറച്ച് SRT ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ SRT നിങ്ങൾ ഹോംവർക്ക് ആയിട്ടൊന്ന് വായിച്ചോണ്ട് വരണം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങ് പഠിച്ചു പോകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കണ്ടോ, നമ്മൾ മുമ്പേ ഇച്ച എന്നുള്ള സംഭവം ഇവിടെ കണ്ടോ? ഇത് SCRT ആണേ. ഇറമ്പ് എന്ന് പറഞ്ഞാൽ വക്ക് എന്നിട്ടാണ്. ഇറമ്പ്, വക്ക്. അപ്പൊ നമ്മുടെ വക്കാബുലറി പെട്ടെന്ന് ഇമ്പ്രൂവ് ആവാൻ പറ്റും. കുറച്ച് 1-2 പേജ് SCRT കൂടെ ഡെയിലി നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എല്ലാ ദിവസവും ഇതിലൂടെ നിങ്ങൾക്ക് സപ്ലിമെന്ററി ആയിട്ട് ഈ ഫുഡിന്റെ കൂടെ സപ്ലിമെന്ററി ഒക്കെ തരത്തില്ലേ, അപ്പൊ അതുപോലെ സപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും അയൺ ടാബ്ലറ്റ് തരാം. അപ്പൊ ഈ അയൺ ടാബ്ലറ്റ് എല്ലാ ദിവസവും കഴിച്ചോണം. അപ്പൊ നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. റിവിഷൻ ഡെയിലി. ഇനി ഇത് നോക്കിയാൽ മതിയോ? നിങ്ങൾ അവിടെ ഗ്രൂപ്പിൽ പറയുന്നില്ലല്ലോ, ഗ്രൂപ്പിൽ ഈ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ഓക്കെ, ഇത് നോക്കിയാൽ മതി. ഇത് പഠിക്കുമ്പോൾ പെട്ടെന്ന് ചാടി കയറി നിങ്ങൾ ഇംപ്രൂവ് ആവും. ഉച്ചാടനം ഇതൊന്ന് വായിച്ചോണ്ട് വരണേ. ഉദരം, വയർ. വായിക്കുവോ? വായിച്ചാൽ മതി. ഇതിനകത്ത് ഇച്ചിരി പാടുള്ളത് ഞാൻ നോക്കട്ടെ എന്തുകൊണ്ടെന്ന്. ഉരുവം എന്ന് പറഞ്ഞാൽ ഉരുവം, ജനനം എന്നിട്ടാണ്. ഉരുവം,
ജനനം. എരുത്, കാള. ഇത് പഠിക്കേണ്ടത് ഞാൻ മാർക്ക് ചെയ്യാം. 1 2 3 4 അത് ബുക്കിനകത്ത് എഴുതി വെച്ചോണേ. 5 5 6 ബുക്കിനകത്ത് എഴുതി വെക്കണം. ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 6 ബുക്കിനകത്ത് മലയാളത്തിന്റെ കൂട്ടത്തിൽ എഴുതി വെക്കണം. എന്നിട്ട് ബാലൻസ് എല്ലാം ഒരു 2 ടൈംസ് വായിച്ചു വിട്ടാൽ മതി. മനസ്സിലായോ? ഞാൻ നാളെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഈ 6 ചോദിക്കും. ഓക്കെ, അപ്പൊ ശരി, ബൈ, താങ്ക് യു. എല്ലാ ദിവസവും നമുക്ക് 11:15 ക്ലാസ് വരുന്നത്. 11:15 മുതൽ 12 മണി വരെയാണ് ക്ലാസ്. ഇപ്പൊ പുതിയ കുട്ടികൾ യൂട്യൂബിൽ വഴിയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 399 ഉള്ളൂ ഫീസ്. ഇംഗ്ലീഷും മലയാളവും സിലബസ് അനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തീർത്തു കൊടുക്കുന്നതായിരിക്കും. 3 മന്ത്സിന്റെ ക്രാഷ് കോഴ്സ് ആണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും. ഇത്രയും വളരെ ചെറിയ എമൗണ്ടിനല്ലേ ഇത്രയും നല്ല കോഴ്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ശരി, ബൈ, താങ്ക് യു, ഐ ലവ് യു ഓൾ. ഇനി നമുക്ക് വൈകിട്ട് 7 മണിക്ക് ക്ലാസ്. 2:30 2:30 മൈൻഡ് മാസ്റ്റർ.